എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UK വരാൻ വേണ്ടി തയ്യാറെടുക്കുന്ന നഴ്സുമാരുടെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടു കഴിഞ്ഞ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. UK ഒരു ജോലി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ UK നേഴ്സായിട്ട് വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് പ്രശ്നമാണോ എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്ക് ഓൾറെഡി UK ഒരു ജോബ് ഓഫർ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ജോലി ഇവിടെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ പേപ്പർ വർക്ക് നടക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പം കൊറോണയുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നമാകാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഇപ്പം IELTS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ ഇത് രണ്ടും പാസ്സായി UK നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നവർ, ഇനി അതല്ല എങ്കിൽ ഒരു ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്യുന്നവരെ ഇവിടെ ക്വസ്റ്റ്യനുള്ള ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഒരു പക്ഷേ വലിയൊരു പ്രശ്നമായി നിങ്ങളുടെ മുന്നിൽ വരാം. അത് പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് കൃത്യമായിട്ട് ഞാൻ വിശദമാക്കാം. ഇതിന് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനൊരു റിക്രൂട്ടറാണ്, ഞാനൊരു നേഴ്സാണ്, ഞാൻ UK താമസിക്കുന്നു. എൻ്റെ അറിവിലും എക്സ്പീരിയൻസിലും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ഇതല്ല എന്നോ അല്ലെങ്കിൽ ഇതിന് വിപരീതമായിട്ടോ മറ്റ് റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾ പറയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഉചിതം ഏതാണ് എന്ന് തോന്നുന്നത് നിങ്ങൾ സ്വീകരിക്കുക. അതല്ല, എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇൻ്റർവ്യൂകൾ നടക്കുന്നില്ല. എന്ന് ഇൻ്റർവ്യൂകൾ വീണ്ടും തുടങ്ങും എന്നതിനെക്കുറിച്ച് തന്നെ കൃത്യമായൊരു ധാരണയുമില്ല. എന്നാൽ UK ജോലിക്ക് വരുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയർ പറയുന്ന, അല്ലെങ്കിൽ ഒരു വേക്കൻസി നമ്മളുടെ അടുത്ത് ഒരു ഏജൻസിക്ക് ഒരു വേക്കൻസി കൊടുക്കുമ്പോൾ ആ വേക്കൻസിക്ക് കുറേ റിക്വയർമെൻറ്റ്സും കൂടി അവർ തരാറുണ്ട്. അവർ പറയും കാര്യങ്ങളൊന്നാണ്, ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ വേണം, അതല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരെ വേണം. അതുപോലെ പറയുന്നൊരു കാര്യമാണ് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പിനെ കുറിച്ച്. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടുള്ള NHS റിക്വയർമെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാകാവുന്ന എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 18 മാസമാണ്. 18 മാസം വരെയുള്ള, അല്ലെങ്കിൽ 1.5 വർഷം വരെയുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പുകൾ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് IELTS പഠിക്കുകയെന്നോ, അല്ലെങ്കിൽ OET പഠിക്കുകയാണെന്നോ, CVT പ്രിപ്പറേഷൻ ആണെന്നോ, ഇനി അതല്ല എങ്കിൽ മെറ്റേണിറ്റി പോലെയുള്ള മറ്റ് ഹെൽത്ത് റീസൺസും ആണ് എന്ന് പറഞ്ഞ് 18 മാസം വരെ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് എടുക്കാം. അതിന് കുഴപ്പമില്ല. എന്നാൽ 18 മാസത്തിന് മുകളിലുള്ള ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പുള്ള ഒരാളാണെങ്കിൽ ഇനിയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. അതെന്തുകൊണ്ടാണ് എന്നത് ഞാൻ വിശദമാക്കാം. ഒരു ഉദാഹരണമായിട്ടെടുക്കാം. എൻവേർട്ടിസ് ഞങ്ങൾ കഴിഞ്ഞ 24 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 18 ഫേസ് ടു ഫേസ് ഈവൻറ്റുകൾ കൊച്ചിയിൽ വെച്ച് നടത്തി. ഈ ഫേസ് ടു ഫേസ് റിക്രൂട്ട്മെൻറ്റ് ഈവൻറ്റുകളിൽ ഓരോ റിക്രൂട്ട്മെൻറ്റിലും ഏറ്റവും കുറഞ്ഞത് 100 പേരെയെങ്കിലും ഞങ്ങൾ ഓരോ ഇൻ്റർവ്യൂവിലും റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 4 വർഷവും 5 വർഷവും 6 വർഷവും എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉള്ളവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ എംപ്ലോയേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നിലുള്ള കാര്യം
മറ്റൊന്നുമല്ല, നിങ്ങളെ ഡയറക്റ്റായിട്ടാണ് ഒരു എംപ്ലോയർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവരിവിടുന്ന് ട്രാവൽ ചെയ്ത് കൊച്ചിയിൽ വന്നു നിങ്ങളെ മുഖാമുഖം ഇൻ്റർവ്യൂ ചെയ്യുന്നു, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നോക്കുന്നു, നിങ്ങളെ ഫേസ് ടു ഫേസ് കാണുന്നു. നിങ്ങൾ നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഇമ്പ്രസ്ഡ് ആണെങ്കിൽ നിങ്ങളെ എടുക്കും. അതല്ലാതെ മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിനകത്ത് കണ്ടിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, 2018-ലും 2019-ലും ഞങ്ങൾ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഓരോ എംപ്ലോയറും UK-യിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി കേരളത്തിൽ വരുമ്പോൾ IELTS OET പാസ്സായവരുടെ എണ്ണം എന്ന് പറയുന്നത് 200 വേക്കൻസിക്ക് 50 പേരോ 60 പേരോ 100 പേരോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2019 നവംബറിൽ OETയുടെ ക്ലബിങ് കൂടി വന്നതോടുകൂടി ഈ നമ്പർ 100 എന്നുള്ളത് 200-ഉം 300-ഉം 500-ഉമായി മാറി. ഉദാഹരണം പറഞ്ഞാൽ, ജനുവരി മാസത്തിൽ ഞങ്ങൾ നടത്തിയ ഇൻ്റർവ്യൂവിന് ഏകദേശം 250 പേരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തു. അതിൽ അന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പം 250 പേരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത് ഓഫർ ചെയ്യുമ്പം അതിനകത്ത് ഏകദേശം 100ഓളം നഴ്സുമാർ NMCയുടെ ഡിസിഷൻ ലെറ്റർ ഉള്ളവരായിരുന്നു. അതല്ലെങ്കിൽ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് UK-യിൽ ട്രാവൽ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ കാര്യങ്ങളോ നടക്കുന്നില്ല. ഇനി എന്ന് ഇൻ്റർവ്യൂ വരും എന്നതിനെക്കുറിച്ച് അറിയില്ല. അതേപോലെ കൊറോണ വൈറസ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി അടുത്ത ഒരു വർഷത്തേക്ക് ഒരു ഫേസ് ടു ഫേസ് ഈവൻറ്റ് UK-ക്ക് വെളിയിൽ നടക്കുമെന്നും തോന്നില്ല. ഒരു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുമായിരിക്കാം, പക്ഷേ ഇന്ത്യയിൽ വന്ന് ഒരു ഫേസ് ടു ഫേസ് ഈവൻറ്റ് നടക്കുമെന്ന് തോന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ ഇൻ്റർവ്യൂകളും ഇനി ഈ സ്കൈപ്പ് വഴി അല്ലെങ്കിൽ സൂം വഴി ആയിരിക്കും ഇനിയുള്ള എല്ലാ ഇൻ്റർവ്യൂകളും നടക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂകൾ വരുമ്പോൾ ഒരു എംപ്ലോയർ ഒരു ഓൾ ഡേ, ഒരു ഫുൾ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്കൈപ്പ് വഴി ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന നേഴ്സുമാരുടെ എണ്ണം എന്ന് പറയുന്നത് 15 അല്ലെങ്കിൽ മാക്സിമം 20 ആണ്. ഒരു നേഴ്സിന് അരമണിക്കൂർ വെച്ച് അല്ലെങ്കിൽ 20 മിനിറ്റ് വെച്ച് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നത് 20 പേരെയാണ് ഒരു നോർമൽ ഡേയിൽ അവർക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ ഒത്തിരി ആപ്ലിക്കൻസിൽ നിന്നും ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവരെടുക്കുകയുള്ളൂ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ 15 പേരെ അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഇൻ്റർവ്യൂ എടുക്കുന്ന ബാക്കി 14 പേരും പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരോ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരോ ആകാം. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള നേഴ്സുമാർക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന, ഡൽഹിയിൽ നിന്നോ മുംബൈയിൽ നിന്നോ അതല്ല എങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ വരുന്ന നേഴ്സുമാർക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. അവരെല്ലാവരും കറൻറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കരീബിയൻ രാജ്യങ്ങളിൽ നിന്നോ വരുന്ന നേഴ്സുമാർ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. രണ്ടാമത്തത്, കഴിഞ്ഞ 2.5 വർഷമായിട്ട് വലിയ രീതിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ കഴിഞ്ഞൊരു 6 മാസമായിട്ട് ഇത്രയും കാലം നമുക്ക് ആപ്ലിക്കേഷൻസ് വരാത്ത പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പം ആപ്ലിക്കേഷൻസ് വരുന്നു. പ്രത്യേകിച്ച് മലേഷ്യ, പാകിസ്ഥാനിൽ നിന്ന് കഴിഞ്ഞ ഒരു 3 വർഷത്തിനുള്ളിൽ എൻവേർട്ടിസിൽ വന്ന ആപ്ലിക്കേഷൻ്റെ എണ്ണം എന്ന് പറയുന്നത് ചിലപ്പം ഒരു 25 ആപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 25 നേഴ്സുമാരായിരിക്കും IELTS OET പാസ്സായി ഞങ്ങൾ വഴി അപ്ലൈ ചെയ്ത് പാകിസ്ഥാനിൽ നിന്ന് വന്നത്. എന്നാൽ ഇന്ന് ആ നമ്പറുകൾ 3 ഇരട്ടിയാണ്. പാകിസ്ഥാനിൽ നിന്നായിക്കോട്ടെ, ബംഗ്ലാദേശിൽ നിന്നായിക്കോട്ടെ, ശ്രീലങ്കയിൽ നിന്നായിക്കോട്ടെ, അപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ സ്കൈപ്പ് ഇൻ്റർവ്യൂ വഴി ചെയ്യുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഒരു പക്ഷേ വലിയ പ്രശ്നമാകും. ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാണ്, നിങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം, നിങ്ങൾ IELTS OET പാസ്സായി എങ്കിൽ നിങ്ങളുടെ NMCയുടെ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടായിക്കോട്ടെ, ചെറുത് 50 ബെഡിൻ്റെ ആയിക്കോട്ടെ, 25 ബെഡിൻ്റെ ആയിക്കോട്ടെ, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക.
ഒരു 4, 5, 6 മാസം നിങ്ങൾ വർക്ക് ചെയ്യുക. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 3 മാസത്തെയോ അല്ലെങ്കിൽ 6 മാസത്തെയോ ആ എക്സ്പീരിയൻസ് നിങ്ങളുടെ CV-യിൽ നിങ്ങൾ കറണ്ട് വർക്കിംഗ് ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ അതിന് മുമ്പത്തെ 2 വർഷത്തെയോ 3 വർഷത്തെയോ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഒരു പ്രശ്നമല്ലാതായി വരുന്നു. അപ്പം നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് 18 മാസത്തിന് മുകളിൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ, അതല്ല എങ്കിൽ ഒരു 15 മാസത്തിന് മുകളിൽ നിങ്ങൾ കഴിഞ്ഞ 15 മാസമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം, ഇനി ചിലപ്പം 2, 3, 4 മാസം എടുക്കുമായിരിക്കും റിക്രൂട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ തിരിച്ചു വരാൻ വേണ്ടി. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഒരു 3 മാസമൊക്കെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അത് കഴിയുമ്പം നിങ്ങൾക്ക് കയറി വരാം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അഡ്വൈസ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി, 2 വർഷവും 3 വർഷവും ഉള്ളവർക്ക് NHSലല്ല എങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് നേഴ്സിംഗ് ഹോം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടു, 6 വർഷം എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പുള്ള ഒരു നേഴ്സിന് കെയർ ഹോമിൽ ജോലി കിട്ടിയെന്ന്. ചില കെയർ ഹോമുകൾ എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ 4 വർഷവും 5 വർഷവും 6 വർഷമായിട്ട് വർക്ക് ചെയ്യാതെ നിങ്ങളിവിടെ വന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ NMCയുടെ പുതിയ പ്ലാൻ പ്രകാരം ഒക്ടോബർ കൂടിയോ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയോട് കൂടിയോ അവരുടെ OSCE എക്സാമിനേഷൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം 6 സ്കിൽ സ്റ്റേഷനുള്ള OSCE എക്സാമിനേഷൻ 10 സ്കിൽ സ്റ്റേഷനായി മാറുകയാണ്. അതിനകത്ത് വെർബൽ ഹാൻഡ് ഓവർ അതുപോലുള്ള 1-2 പ്രൊസീജിയേഴ്സ് കൂടി വരികയാണ്. അപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ 6 വർഷവുമൊക്കെയുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പുള്ള ഒരു ആളെ സംബന്ധിച്ച് ഈ OSCE എക്സാം പാസ്സാകുക എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് വരാം. രണ്ടാമത്തത്, നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് കരുതുന്നത് നിങ്ങൾ കാര്യങ്ങൾ മറന്നുപോയി. നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പെർഫോമൻസോ കാര്യങ്ങളോ കണ്ടില്ല എങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടാം. പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ കാണുന്ന ഒരു വലിയ കാര്യമാണ്, ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന ഒത്തിരി നേഴ്സുമാരെ, അല്ലെങ്കിൽ UK വന്നിട്ടുള്ള ഒത്തിരി നേഴ്സുമാരെ എംപ്ലോയേഴ്സ് പെർഫോമൻസിൻ്റെ പേരിൽ അവരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് അവർ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പൊക്കെ ഒരു പ്രശ്നവുമില്ലായിരുന്നു, കാരണം നേഴ്സുമാർ ഇവിടെ വരാനില്ലായിരുന്നു. ഇപ്പം ആവശ്യത്തിന് നേഴ്സുമാർ വരാനുണ്ട്. നേരത്തെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ നേഴ്സുമാർ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് എല്ലാ രാജ്യങ്ങളിൽ നിന്നും നേഴ്സുമാർ UK വരാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഒത്തിരി നേഴ്സുമാർ, മിഡിൽ ഈസ്റ്റിലൊക്കെ ഒത്തിരി നേഴ്സുമാർ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇനി എംപ്ലോയ്മെൻറ്റ് ഗ്യാപ്പിൻ്റെ കൂടെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, യെസ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല, എൻ്റെ അയൽവക്കത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ അവർ പറഞ്ഞു, ഞാൻ ഒരു റിക്രൂട്ടറോട് സംസാരിച്ചു, അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇത് ഞാൻ പറയാൻ തന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു 15 മിനിറ്റ് പറയാനുണ്ട്. അതുകൊണ്ട് ഇത് സെക്കൻഡ് സെക്ഷനായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പം എല്ലാവർക്കും നന്ദി.